മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മകരസംക്രമ ദിവസം ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ലോകമെമ്പാടുമുള്ള കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തരൊക്കെ ഇതാ നാളത്തെ ആ മനോഹരമായ ദിവസത്തിന് ആ ഒരു കാത്തിരിപ്പിലാണുള്ളത്. ജനം TV എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. തത്സമയം മകരജ്യോതി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയായോ മിഥുൻ? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സന്നിധാനത്ത് നടക്കുന്ന ഓരോ ചടങ്ങുകളും സന്നിധാനത്തെ ഭക്തിയുടെ ആ ഓരോ സ്പന്ദനവും അതേപടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ജനം TV പൂർത്തീകരിച്ചിരിക്കുന്നു. സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ മരക്കൂട്ടത്ത്, ശരംകുത്തിയിൽ, ശബരിപീഠത്ത്, പാണ്ടിത്താവളത്ത്, മറ്റ് പുല്ലുമേട് ഭാഗങ്ങളിൽ, നിലക്കൽ, പമ്പയിൽ എല്ലായിടത്തും ജനം TVയുടെ പ്രതിനിധികൾ ഉണ്ടാകും. നാളെ മുഴുവൻ സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ പ്രധാനമായും ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും പുണ്യപരിപാവനമായിട്ടുള്ള ദൃശ്യങ്ങൾ, ആ ഭക്തിയുടെ സ്പന്ദനം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തും. സന്നിധാനത്ത് ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പുഷ്പാലങ്കാരങ്ങളുമൊക്കെയായി തയ്യാറെടുക്കുന്ന സന്നിധാനമാണ്. പുഷ്പാലങ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ തയ്യാറെടുപ്പുകളാണ്, അതിൻ്റെ അവസാനവട്ട ക്രമീകരണങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സോപാനത്തിന് സമീപത്ത്, 18-ാം പടിക്ക് സമീപത്ത് പുഷ്പാലങ്കാരം നടത്തുന്നതിന് വേണ്ടി ഇന്ന് രാത്രിയോടുകൂടി തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റും തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സന്നിധാനത്ത് വിവിധ മേഖലകളെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ ഭക്തരുണ്ട്. പർണശാലകൾ കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു കഴിഞ്ഞു. പർണശാലകളിലും സന്നിധാനത്ത് എവിടെയൊക്കെ വിശ്രമിക്കാൻ കഴിയുമോ ആ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുൻപ് വരെ എത്തിയ ഭക്തജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ, അന്നദാന മണ്ഡപത്തിന്റെ മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പാണ്ടിത്താവളം, മരാമത്ത് ഓഫീസിന്റെ മുൻഭാഗം, അരവണ കൗണ്ടറുകൾക്ക് സമീപമുള്ള ഭാഗങ്ങൾ, അങ്ങനെ എവിടെയൊക്കെ വിരിവെച്ച് വിശ്രമിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയ സഞ്ചയമാണ്, ഭക്തജന നിബിഡം തന്നെയായി മാറിയിരിക്കുകയാണ് സന്നിധാനം. ഈ 2 ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. ഇന്ന് 35,000 പേരെ മാത്രമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി കടത്തിവിട്ടത്. 5,000 പേർക്ക് മാത്രമാണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നത്. നാളെയും സമാനമാണ്. നാളെയും 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനമുള്ളത്. 5,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക. പക്ഷേ ഇതിന് മുൻപ് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ, അയൽ സംസ്ഥാന ഭക്തജനങ്ങളുമെല്ലാം പർണശാലകളിൽ ഇപ്പോൾ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി, ആ പുണ്യകരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടി മണിക്കൂറുകൾ എണ്ണി കാത്തു നിൽക്കുന്ന, ശരണം വിളികളോടുകൂടി ശരണമന്ത്രം മുഖരിതമായി കാത്തിരിക്കുന്ന ആ ഒരു ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് എല്ലായിടത്തു നിന്നും കാണാൻ കഴിയുന്നത്. സന്നിധാനത്ത് ഇന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരിയ കുറവുണ്ട്. പക്ഷേ നാളെ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിടുകയില്ല. പിന്നീട് മകരജ്യോതി ദർശനത്തിന് ശേഷം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ വൈകിട്ട് കടത്തിവിടുകയുമുള്ളൂ. ഈ രീതിയിലാണ് ക്രമീകരണം. നാളെ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്ന് ഭക്തരെ കടത്തിവിടുകയില്ല. 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. വൈകിട്ട് മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുക. മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന സന്നിധാനത്തിൻ്റെ വിവിധ മേഖലകൾ, മകരജ്യോതി പോയിന്റുകൾ ഉണ്ട്. അവിടെയെല്ലാം ഭക്തരുടെ വലിയ തിരക്ക് നാളെ വൈകിട്ട് ഉച്ചകരിത്തിരിഞ്ഞ് 1 മണി മുതലുള്ള സമയങ്ങളിൽ, പ്രധാനമായും രാവിലെ മുതൽ മണിക്കൂറുകളോളം ഈ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ കാത്തു നിൽക്കും. ഉച്ചയോടുകൂടി ആ വലിയ തിരക്ക് ഈ ഭാഗങ്ങളിലെല്ലാം മകരജ്യോതി ദർശന പോയിന്റുകളിലെല്ലാം അനുഭവപ്പെടും. അവിടെയെല്ലാം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി സജ്ജമാണ് എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും നിലവിൽ അവകാശപ്പെടുന്നത്, അറിയിക്കുന്നത്. എന്തായാലും വലിയ തിരക്കിൻ്റെ മണിക്കൂറുകൾ തന്നെ പുണ്യകരമായിട്ടുള്ള നിമിഷം. നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ശബരിപീഠത്തിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അയ്യൻ്റെ തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അത് ഭക്തിയുടെ ഏറ്റവും സമുന്നമായിട്ടുള്ള ഉച്ചസ്ഥായിലേക്കുള്ള ഒരു നിമിഷമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവാഭരണം വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഭക്തരുടെ ആ മണിക്കൂറുകൾ എണ്ണിയുള്ള, നിമിഷം എണ്ണിയുള്ള കാത്തിരിപ്പിൻ്റെ മനോഹര മുഹൂർത്തങ്ങളാണ് സന്നിധാനത്ത് ഓരോ ഭാഗത്തു നിന്നും കാണാനുള്ളത്. ശ്യാമ. കൃത്യം. താങ്ക് യു സോ മച്ച് മിഥുൻ. വളരെ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷമാണ് മിഥുൻ്റെ വാക്കുകളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയത്.